ഇനി ഞാൻ ഇവിടുന്ന് പറയാം, വെല്ലുവിളിയോടെ ഇപ്പോ ഇവിടെ APK സുന്നി പള്ളി ഉണ്ടോ എനിക്കറിയില്ല, രണ്ടുണ്ടാവും. നിങ്ങളൊന്ന് ചോദിച്ചു ഇപ്പൊ ചെന്നിട്ട്, നാളെ കാത്തുക്കൊന്നും വേണ്ട, നിങ്ങൾ വലിയ വെല്ലുവിളി നിൽക്കണ്ടല്ലോ, നാളെ കാത്തുക്കോ. ഇപ്പോ ഇവിടെ ഈ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ ചോദിക്കേ, ഉസ്താദേ ചെറിയ പെരുന്നാളിനെ കുറിച്ച് ഹദീസിൽ എന്തൊക്കെയുണ്ട്, ആയത്തിൽ എന്തൊക്കെയുണ്ട് ചോദിക്കും. അപ്പൊ ഉസ്താദ് പറഞ്ഞുതരും, മോനെ ചെറിയ പെരുന്നാളിന്റെ അന്ന് കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം, തക്ബീർ ചൊല്ലണം, ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കണം, ഈദ്ഗാഹിലേക്ക് പോകണം, തക്ബീർ ചൊല്ലണം, അവിടെ പെരുന്നാൾ സ്കരിക്കണം, എത്ര റക്അത്ത് സ്കരിക്കണം, ഇന്ന രൂപത്തിൽ ചെയ്യണം, അതുപോലെ 2 വഴികളിൽ പിരിഞ്ഞു പോകണം. ഉസ്താദേ ഇതൊക്കെ ഹദീസിലുണ്ടോ? ആ മോനെ ഇതൊക്കെ ഹദീസിലുണ്ട്, ബുഖാരിയിൽ ചിലതുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദി. ബലിപെരുന്നാളിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ഉസ്താദേ? ആ ബലിപെരുന്നാളിനെ കുറിച്ചുണ്ട് മോനെ, ഇന്നതൊക്കെ. അതിലേറ്റവും പ്രധാനം എന്താ? ബലി അറുത്തിട്ട് അതിന്റെ മാംസം കൊണ്ടാണ് അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കേണ്ടത്. ഇതൊക്കെ അതിലെ പ്രബല സുന്നത്താ. വീണ്ടും കൂടി ചോദിച്ചു, ഉസ്താദേ ജുമയ്ക്ക് എന്തൊക്കെ മര്യാദ ഉണ്ട്, ഹദീസിലുണ്ടോ ഉസ്താദേ? മോനെ ആയത്തിലുണ്ട്, ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. ഉടനെ ചോദിക്കുക, നബിദിനത്തെ കുറിച്ച് റബീഉൽ അവ്വൽ 12-ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഹദീസിലുണ്ട് ഉസ്താദേ? ഈ വഹാബിനെ കണ്ടുപിടിച്ചിനോ? അല്ല കൂട്ടരെ, ദീനിലുള്ള ഒരു കാര്യത്തിൽ ഇതിനൊക്കെ ഹദീസിലുണ്ട്, നബിദിനത്തിന്റെ ഒന്നും ഹദീസിലില്ല. എന്ത് പറ്റി നിങ്ങൾക്ക്? എന്നിട്ടും നേരം എടുത്തില്ല, എന്നിട്ടും നിങ്ങൾക്ക് നേരം എടുക്കണില്ല.